നമ്മൾ ധാരാളം കുത്തക കമ്പനികളെ പറ്റി കേട്ടിട്ടില്ലേ? ഗൂഗിൾ, മെഴ്സിഡസ്, സോണി, ബോയിങ്, എയർബസ് ഒക്കെ വളരെ വലിയ കമ്പനികളാണ്. പക്ഷേ ഇവരെയൊക്കെ കുത്തകകളെന്ന് വിളിക്കാൻ കഴിയില്ല. കാരണം ഇവർക്കൊക്കെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാം വലിയ മത്സരം നടത്തിയാണ് മാർക്കറ്റിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഒരു മത്സരവുമില്ലാതെ ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു യഥാർത്ഥ കുത്തക കമ്പനിയുണ്ട്. ഈ കമ്പനിയെ ആശ്രയിച്ചാണ് ഇന്ന് ലോകം ചലിക്കുന്നത് തന്നെ. ഈ കമ്പനി എങ്ങാൻ നിന്നുപോയാൽ, വല്ല സുനാമിയോ ഭൂകമ്പമോ കാരണം ഈ കമ്പനി ഇല്ലാതായാൽ മാനവരാശി ശിലായുഗത്തിലേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. ഇത് തള്ളല്ല, അതിശയോക്തിയുമല്ല. ഏതാണപ്പോൾ അങ്ങനൊരു കമ്പനി? അതാണ് കൂട്ടുകാരെ ASML അഥവാ അഡ്വാൻസ്ഡ് സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ലിത്തോഗ്രാഫി. എന്നാൽ ഇത് ഉറപ്പായും അമേരിക്കൻ കമ്പനിയായിരിക്കും എന്നാവും ഒരുപക്ഷെ കരുതുക. എന്നാലല്ല, ഇതൊരു ഡച്ച് കമ്പനിയാണ്. ഓക്കെ, എന്നാൽ ഈ ഡച്ച് കമ്പനി എങ്ങനെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്? അത് തന്നെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്നാൽ തുടങ്ങിയാലോ? പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം. സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻ്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ പിന്തുണ നൽകുന്ന പ്രോത്സാഹനമാണ് ഈ ചാനലിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആധാരം. മുമ്പുള്ള പല വീഡിയോകളിലും നമ്മൾ എന്താണ് സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ്, എങ്ങനെയാണ് ഇലക്ട്രോണിക്സ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. അതുപോലെ മൈക്രോ ചിപ്പുകളെക്കുറിച്ചും സംസാരിച്ചിരുന്നു. എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. വൈദ്യുത പ്രവാഹം എന്നാൽ ഇലക്ട്രോണുകളുടെ പ്രവാഹമാണ്. ഈ പ്രവാഹത്തെ പല രീതിയിൽ ആവശ്യത്തിന് കൂട്ടിയും കുറച്ചും തടഞ്ഞു നിർത്തിയും ഓണാക്കിയും ഓഫാക്കിയും വഴിതിരിച്ച് വിട്ടുമൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന പരിപാടിയാണ് ഇലക്ട്രോണിക്സ്. നമ്മുടെ വീടുകളിൽ മുകളിലെ വാട്ടർ ടാങ്കിൽ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം അടുക്കളയിലേക്കും കുളിമുറിയിലേക്കും തോട്ടത്തിലേക്കുമൊക്കെ വിവിധ പൈപ്പ് ലൈനുകളിലൂടെ കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് പോലെ. അത് പൈപ്പ് ലൈനുകളിലൂടെ ആണെങ്കിൽ ഇലക്ട്രോണിക്സിൽ അത് സർക്യൂട്ടുകളിലൂടെയാണെന്ന് മാത്രം. അവിടെ അത് ടാപ്പുകളും ഷവറുകളും വാൽവുകളും ഒക്കെ വെച്ചാണെങ്കിൽ ഇലക്ട്രോണിക്സിൽ അത് ട്രാൻസിസ്റ്ററുകളും ഡയോഡുകളും കപ്പാസിറ്ററുകളും റെസിസ്റ്റൻസുകളും ഒക്കെ വെച്ചാണെന്ന് മാത്രം. നമ്മുടെ ആവശ്യം എത്ര കൂടുന്നോ അതിനനുസരിച്ച് അതിലെ ഘടകങ്ങളുടെ എണ്ണവും സർക്യൂട്ടുകളുടെ സങ്കീർണതയും കൂടും. ഉദാഹരണത്തിന് ഒരു 50 വർഷം മുമ്പുള്ള കോഴിക്കോട് നഗരം എങ്ങനെയായിരുന്നു? കാലം മുന്നോട്ട് പോയപ്പോൾ ജനങ്ങൾ കൂടി, ആവശ്യങ്ങൾ കൂടി, വാഹനങ്ങൾ കൂടി. അപ്പോൾ കൂടുതൽ റോഡുകൾ വന്നു, കെട്ടിടങ്ങൾ വന്നു. താഴെ സ്ഥലമില്ലാതായപ്പോൾ മുകളിലേക്ക് കെട്ടിടങ്ങൾ പണിഞ്ഞു. ഇത് തന്നെയാണ് ടെക്നോളജിയിലും സംഭവിക്കുന്നത്. ഒരു സാധാരണ കാൽക്കുലേറ്റർ പ്രവർത്തിപ്പിക്കുമ്പോൾ അതിലെ സർക്യൂട്ടുകൾ 100 കണക്കിന് തവണ ഓണാവുകയും ഓഫാവുകയും ഒക്കെ ചെയ്യും. അതൊരു TV ആകുമ്പോൾ ഈ 100 കണക്കിന് എണ്ണം എന്നത് ആയിരക്കണക്കിനാകും. ഒരു കമ്പ്യൂട്ടർ ആകുമ്പോൾ അത് ലക്ഷക്കണക്കിനാകും. അതായത് അതിനുള്ളിലെ പ്രവർത്തനം കൂടുന്തോറും അതിലെ കമ്പോണൻറ്റുകളുടെ എണ്ണവും കൂടും. ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നാൽ ഇതെല്ലാം കൂടി എവിടെ കൊണ്ടുപോയി വയ്ക്കും? അതിനുള്ള പരിഹാരമാണ് മൈക്രോ ചിപ്പുകൾ. ഒരു മൈക്രോ ചിപ്പ് എന്നാൽ വലിയൊരു സർക്യൂട്ട് ബോർഡിനെ ചെറുതാക്കി നമ്മുടെ വിരലിനോളം ആക്കിയ സാധനമാണ്. നമ്മൾ നാനോ ആർട്ടുകൾ ധാരാളം കണ്ടിട്ടില്ലേ? ഉദാഹരണത്തിന് ഇതെനിക്ക് തിരുവനന്തപുരം VSSCയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലഭിച്ച LVM-3 ബാഹുബലി റോക്കറ്റിൻ്റെ സ്കെയിൽ മോഡലാണ്. ആ ഭീമാകാരൻ റോക്കറ്റിനെ അതിൻ്റെ ഒരു മിനിയേച്ചർ ആക്കിയതാണിത്. ഇത് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം. ചില നാനോ ആർട്ടിൽ വലിയ കാർ ചെറുതാക്കി ഉണ്ടാക്കും. അതിന് വീലും സ്റ്റിയറിങ്ങുകളും എൻജിൻ വരെ ഉണ്ടാകും. ഇത് ഉദാഹരണമായി പറഞ്ഞതാണ്. ഇതുപോലെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് കമ്പോണൻറ്റുകൾ ഉള്ള വമ്പൻ സർക്യൂട്ടുകളെ ഒരു ചെറിയ ചിപ്പിനുള്ളിലേക്ക് ഒതുക്കുന്ന ടെക്നോളജിയാണ് ഫോട്ടോ ലിത്തോഗ്രാഫി. എന്താണ് ഈ ഫോട്ടോ ലിത്തോഗ്രാഫി? ലിത്തോഗ്രാഫി എന്നാൽ ലോഹങ്ങളിലും മറ്റും ഡിസൈനുകൾ പതിപ്പിക്കുന്ന രീതിയാണ്. ഫോട്ടോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രകാശം, ലൈറ്റ്. അപ്പോൾ ഫോട്ടോ ലിത്തോഗ്രാഫി എന്നാൽ പ്രകാശം ഉപയോഗിച്ചുള്ള ലിത്തോഗ്രാഫി. നമ്മൾ ഈ സ്ക്രീൻ പ്രിൻറ്റിങ് കണ്ടിട്ടില്ലേ? ഇഷ്ടമുള്ള ഒരു ഡിസൈൻ വെച്ചൊരു സ്ക്രീൻ ഉണ്ടാക്കി ആ സ്ക്രീൻ ഡിസൈൻ പതിക്കേണ്ട സർഫസിൽ വെച്ച് മുകളിൽ പെയിൻ്റ് അടിക്കുമ്പോൾ ആ ഡിസൈൻ ആ സർഫസിൽ പതിയും. നമ്മൾ വലിയൊരു പ്രദേശത്തിൻ്റെ ഫോട്ടോ എടുക്കുന്നത് എങ്ങനെയാണ്? ക്യാമറയുടെ ലെൻസ് അവിടേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ആ വലിയ പ്രദേശത്തിൻ്റെ ഒരു പ്രതിബിംബം ഇമേജ് ഫിലിമിലോ ഫോട്ടോ സെൻസറിലോ പതിയുന്നു.
ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഫോട്ടോയായി നമുക്ക് കിട്ടുന്നു. ഇതുപോലെ കോടിക്കണക്കിന് കമ്പോണൻറ്റുകളുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെ മാസ്ക് കമ്പ്യൂട്ടറിൽ ഡിസൈൻ ചെയ്തുണ്ടാക്കും. ആ മാസ്കിലൂടെ പ്രകാശം കടത്തിവിട്ട് അതൊരു കനം കുറഞ്ഞ സിലിക്കോൺ വേഫർ പാളിയിൽ പതിപ്പിക്കുമ്പോൾ ആ മാസ്കിലെ ഇമേജ് അതിൽ പതിയുമല്ലോ. അതിൽ ഫോട്ടോ സെൻസിറ്റീവായ മെറ്റീരിയലുകൾ ഉണ്ടെങ്കിൽ ആ ഇമേജ് അതിൽ സ്ഥിരമായി തന്നെ പതിയും. ഇങ്ങനെയാണ് ഫോട്ടോ ലിത്തോഗ്രാഫിയിലൂടെ ലക്ഷക്കണക്കിന് കമ്പോണൻറ്റുകളുള്ള മൈക്രോ ചിപ്പുകൾ ഉണ്ടാക്കുന്നത്. ഇത്രയുള്ള സംഗതി എന്ന് തോന്നുന്നു കൂട്ടുകാരെ. സയൻസ് പറയുമ്പോൾ അത് വളരെ സിമ്പിളാണ്. എന്നാൽ ഈ ടെക്നോളജി മനുഷ്യനുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും സങ്കീർണമായ ഒന്നാണ്. നോക്കൂ, നമുക്കൊരു ഭിത്തിയിൽ പെയിൻ്റ് അടിക്കണമെങ്കിൽ വലിയ ബ്രഷ് വേണം. ഒരു കസേരയിൽ അടിക്കണമെങ്കിൽ കുറച്ചുകൂടെ ചെറിയ ബ്രഷ് വേണം. ഒരു പേപ്പറിൽ വരയ്ക്കാൻ അതിലും ചെറിയ ബ്രഷ് വേണം. ഒരു ചെറിയ കമ്പിയിൽ പെയിൻ്റ് അടിക്കണമെങ്കിലോ തീരെ ചെറിയ ബ്രഷ് വേണം. ഫോട്ടോ ലിത്തോഗ്രാഫിയിലെ ബ്രഷ് എന്നത് ആ ലൈറ്റാണ്. ഒരു ചിപ്പിലെ കമ്പോണൻറ്റുകൾക്ക് നമ്മുടെ തലമുടി നാരിൻ്റെ 100-1 വലിപ്പം പോലുമില്ല. അത്രയും ചെറിയ ഡിസൈനുകൾ വരച്ചുണ്ടാക്കാൻ അത്രയും ചെറിയ വേവ് ലെങ്തുള്ള പ്രകാശം വേണമല്ലോ. അതായത് അവിടെ ബ്രഷിൻ്റെ നാരുകൾ എന്ന് പറയുന്നുണ്ട്. ബ്രഷിൻ്റെ വലിപ്പം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രകാശത്തിൻ്റെ വേവ് ലെങ്താണ്. അപ്പം അത്രയും ചെറിയ വേവ് ലെങ്തുള്ള ലൈറ്റ് കൊണ്ട് മാത്രമേ ഈ ഫോട്ടോ ലിത്തോഗ്രാഫിയിൽ കാര്യമുള്ളൂ. ദൃശ്യപ്രകാശത്തിൻ്റെ, നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്നത് ഒരു 380 മുതൽ 700 വരെ നാനോമീറ്ററാണ്. ഒരു നാനോമീറ്റർ എന്നാൽ 1 മീറ്ററിൻ്റെ 100 കോടിയിലൊന്ന്, അഥവാ 1 ബില്യൺത്ത് ഓഫ് 1 മീറ്റർ. ഒരു മൈക്രോ ചിപ്പിലെ കമ്പോണൻറ്റുകൾക്ക് 100 നാനോമീറ്ററിൽ താഴെയാണ് സാധാരണ വലിപ്പം. അപ്പോൾ നമ്മുടെ സാധാരണ പ്രകാശം കൊണ്ട് അവ ഉണ്ടാക്കാൻ കഴിയില്ല, കാരണം അത് വലിയ ബ്രഷാണ്. പക്ഷേ ഇത് ചെറിയൊരു ഏരിയയുമാണ്. എന്ന് വെച്ചാൽ ഭിത്തിയിൽ പെയിൻറ് ചെയ്യുന്ന ബ്രഷ് കൊണ്ട് ഒരു സൂചിയിൽ പെയിൻറ് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുപോലെ അപ്പോൾ അവിടെ അൾട്രാ വയലറ്റ് റേസ് ആണ് ഉപയോഗിക്കുന്നത്. എങ്കിലും സാധാരണ അൾട്രാ വയലറ്റ് റേഡിയേഷൻ്റെ വേവ് ലെങ്ത് 200 മുതൽ 400 നാനോമീറ്റർ വരെയാണ്. അപ്പോൾ കൂടുതൽ കമ്പോണൻറ്റുകൾ ഉൾക്കൊള്ളിക്കാൻ ഇതുകൊണ്ടും കഴിയും. പിന്നെയുള്ളത് DUV അഥവാ ഡീപ്പ് അൾട്രാ വയലറ്റ് റേസ് ആണ്. അതിന് 100 മുതൽ 300 നാനോമീറ്റർ വരെയാണ് വേവ് ലെങ്ത്. അതായത് ഇത് വളരെ ചെറിയ ഒരു ബ്രഷാണ്. ഈ DU അഥവാ ഡീപ്പ് അൾട്രാ വയലറ്റ് കൊണ്ട് അത്യാവശ്യം ഉള്ള മിക്ക ചിപ്പുകളും ഉണ്ടാക്കാൻ കഴിയും. ഒരു DUV അഥവാ ഡീപ്പ് അൾട്രാ വയലറ്റ് ഫോട്ടോ ലിത്തോഗ്രാഫി സോഴ്സിൽ ഈ റേഞ്ചിലുള്ള അൾട്രാ വയലറ്റ് ലേസറുകൾ ഉണ്ടാക്കാൻ കഴിയും. എന്താണ് ലേസർ? ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ. അതാണ് അതിൻ്റെ പൂർണ്ണരൂപം. ലൈറ്റിനെയും ഈ റേഡിയേഷനുകളെയും ലേസറാക്കി മാറ്റുന്ന ഒരു സാങ്കേതിക വിദ്യയാണത്. ആ ഒരു ടെക്നോളജി പ്രോഡക്റ്റാണത് ലേസർ എന്ന് പറയുന്നത്. അത് വലിയൊരു വിഷയമാണ്. അതിൻ്റെ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒക്കെ ചേർക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് കാണാം. ഇവിടെ അത് വിവരിക്കാൻ കഴിയില്ല, കാരണം വളരെ വലിയ വിഷയമാണ്. ഇങ്ങനെയുള്ള DUV ലേസർ ചിപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫോട്ടോ മാസ്കിലൂടെ കടത്തിവിടുമ്പോൾ അതിൻ്റെ ചെറിയ രൂപം പിന്നിലുള്ള സിലിക്കോൺ വേഫറിൽ പതിയുകയും അതവിടെ സ്ഥിരമായി രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് അത്യന്തം സങ്കീർണമായ അൾട്രാ വയലറ്റ് സോഴ്സുകൾ, അവയെ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായ പ്രത്യേകം ലെൻസുകൾ, റിഫ്ലക്ടറുകൾ, അങ്ങനെ ആയിരക്കണക്കിന് ഘടകങ്ങൾ ചേർന്ന ടെക്നോളജിയാണ്. എന്നാൽ കൂട്ടുകാരെ, ഇവൻ്റെ വല്യപ്പനായിട്ട് വരുന്ന ഒരു ടെക്നോളജിയാണ് EUV അഥവാ എക്സ്ട്രീം അൾട്രാ വയലറ്റ് ഫോട്ടോ ലിത്തോഗ്രാഫി. ഇവനൊരു ഒന്നൊന്നര ഐറ്റമാണ് കേട്ടോ. നോക്കൂ, മനുഷ്യരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഏറി വരികയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മൊബൈൽ ഫോൺ എത്ര വലുതായിരുന്നു, അതിൽ എന്തൊക്കെ സാധിക്കുമായിരുന്നു. ഫോൺ വിളിക്കാം, ഫോൺ എടുക്കാം, SMS അയക്കാം, പാമ്പ് ആപ്പിൾ തിന്നുന്ന ഗെയിം കളിക്കാം. എന്നാൽ ഈ 4 നൂറ്റാണ്ടിനിടയിൽ മൊബൈൽ ഫോൺ എങ്ങനെയൊക്കെ മാറി. ഫോൺ കൊണ്ട് എന്ത് സാധിക്കും എന്നല്ല ഇപ്പോൾ ചോദിക്കേണ്ടത്, എന്ത് സാധിക്കില്ല എന്നാണ്. ഈ മാറ്റം വന്നപ്പോഴൊക്കെ ഫോൺ ചെറുതാവുകയാണ് ചെയ്തത്. എന്നാൽ ഫോണിൻ്റെ കഴിവ് 100 കണക്കിന് ഇരട്ടി വർദ്ധിച്ചു. അതായത് ഫോണിൻ്റെ ഉള്ളിലെ ഇലക്ട്രോണിക്സിൻ്റെ കഴിവ് കൂടി, എന്ന് വെച്ചാൽ അതിലെ പ്രോസസ്സർ ചിപ്പുകളുടെ കഴിവ് കൂടി, എന്ന് വെച്ചാൽ ഒരു ചിപ്പിനുള്ളിൽ കൊള്ളിക്കാവുന്ന കമ്പോണൻറ്റുകൾ ആയിരക്കണക്കിന് ഇരട്ടിയായി വർദ്ധിച്ചു. എന്ന് വെച്ചാലോ ആ കമ്പോണൻറ്റുകൾ വീണ്ടും ചെറുതായി.
കമ്പോണൻറ്റുകൾ ചെറുതാകുന്തോറും അതുണ്ടാക്കുന്ന ലിത്തോഗ്രാഫി മെഷീനുകളിൽ ഉപയോഗിക്കുന്ന അൾട്രാവയലറ്റിൻ്റെ വേവ് ലെങ്തും കുറയണമല്ലോ. അങ്ങനെയാണ് ഡീപ്പ് അൾട്രാവയലറ്റിൽ നിന്നും DUVയിൽ ഒരു 25 മുതൽ 200 നാനോമീറ്ററിലാണ് ലിത്തോഗ്രാഫി നടത്തുന്നതെങ്കിൽ EUVയിൽ അത് 3 മുതൽ 20 നാനോമീറ്റർ വരെയാണ്. DUV കൊണ്ട് 28 നാനോമീറ്ററിന് മുകളിലുള്ള കമ്പോണൻറ്റ് ചിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ EUV കൊണ്ട് 5 നാനോമീറ്റർ സൈസിന് മുകളിലുള്ള കമ്പോണൻറ്റുകളുള്ള ചിപ്പുകൾ സാധ്യമാണ്. ഇന്ന് ഇൻ്റൽ, മൈക്രോസോഫ്റ്റ് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ റേഞ്ചിലുള്ള ചിപ്പുകളാണ്. DUV ലേസർ ഉണ്ടാക്കുന്നത് പോലെ EUV ലേസറുകൾ ഉണ്ടാക്കാൻ കഴിയില്ല. അതുമല്ല, EUV വായുവിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ അതങ്ങ് അലിഞ്ഞു പോകും. അതൊരു ലെൻസ് കൊണ്ട് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. ലെൻസിൻ്റെ ഗ്ലാസ് അതിനെ അബ്സോർബ് ചെയ്ത് കളയും. ഇതെല്ലാം കൈകാര്യം ചെയ്യണം. ഈ EUV അഥവാ എക്സ്ട്രീം അൾട്രാവയലറ്റ് നേരിട്ടുണ്ടാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞല്ലോ. ഇവിടെ എന്താ ഉണ്ടാക്കിയല്ലേ പറ്റൂ. ഇവിടെ അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉരുകിയ ടിൻ അഥവാ വെളുത്തീയം ഉണ്ടല്ലോ, ആ വെളുത്തീയത്തിൻ്റെ തുള്ളികളിലേക്ക്, ഡ്രോപ്സിലേക്ക് അതിശക്തമായ ലേസർ പതിപ്പിക്കും. അപ്പോൾ അത് വീണ്ടും ഉരുകി ഗ്യാസായി പിന്നെ പ്ലാസ്മയാകും. ഈ ടിൻ പ്ലാസ്മയിലേക്ക് വീണ്ടും ലേസർ കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നാണ് ഈ 3 to 20 നാനോമീറ്ററിലുള്ള EUV എക്സ്ട്രീം അൾട്രാവയലറ്റ് റേസ് ഉണ്ടാകുന്നത്. ഇങ്ങനെ സെക്കൻഡിൽ 50,000 ടിൻ ഡ്രോപ്സ് പ്ലാസ്മയാക്കി ആ പ്ലാസ്മയിൽ നിന്നും EUV ജനറേറ്റ് ചെയ്യുമ്പോൾ തുടർച്ചയായി EUV പ്രവാഹമുണ്ടാകും. ഇനി കഴിഞ്ഞില്ല, വേറൊരു വലിയ പ്രശ്നം കിടക്കുന്നു. ഇതിനെ വായു വലിച്ചെടുക്കുമെന്നുള്ളതാണത്. ഈ സംവിധാനം പൂർണ്ണമായും വായു ഒഴിവാക്കി വാക്വം ചേമ്പറിലാക്കുക എന്നതാണ് ചെയ്യുന്നത്. വാക്വം എന്ന് കഴിഞ്ഞാൽ ഭീകരമായ വാക്വമാണ് കേട്ടോ. ബഹിരാകാശത്തുള്ള വാക്വത്തിനേക്കാൾ വലിയ വാക്വമാണത്. അതിന് വലിയ ഭീമൻ കംപ്രസറുകളൊക്കെയാണ് ഉപയോഗിക്കുക. വായുവിൻ്റെ ഒരു തരിയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയാവില്ല. അടുത്തത്, ഇവനെ എങ്ങനെ ഒരു ഫോട്ടോ മാസ്കിലേക്ക് ഫോക്കസ് ചെയ്യും? വളരെ തിന്നായിട്ട്, വളരെ നേരിയ രീതിയിൽ ഫോക്കസ് ചെയ്യണ്ടേ? കാര്യം ഈ നാനോമീറ്റർ സൈസിലേക്ക് അതിനെ ഫോക്കസ് ചെയ്യണം. അത് അവിടെ നമുക്ക് ലെൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ ലെൻസിൻ്റെ ഗ്ലാസ് ഇവനെ തിന്നുകളയും. അവിടെ ഉപയോഗിക്കുന്നത് മിററാണ്. അനേകം മിററുകൾ ഉപയോഗിച്ച് മൾട്ടിപ്പിൾ റിഫ്ലക്റ്റ് ചെയ്താണ് EUV ഫോക്കസ് ചെയ്യുന്നത്. ഈ മിറർ എന്നാൽ ഏറ്റവും മിനുസമുള്ളതാണ്. മിനുസം എന്നാൽ സാധാരണ നാം ഉപയോഗിക്കുന്ന കണ്ണാടിയേക്കാളൊക്കെ ലക്ഷക്കണക്കിന് മടങ്ങ് മിനുസമുള്ളത്. ഒരു ജർമ്മൻ കമ്പനിയായ സെയ്സ് മാത്രമാണ് ഈ മിറർ ഉണ്ടാക്കുന്നത്. ഞാനൊരു സത്യം പറയാം, ഞെട്ടരുത്. ഇതിലെ ഒരു മിററിൻ്റെ വില എത്രയാണെന്നറിയാവോ? $70 മില്യൺ. അതായത് ഇന്ത്യൻ രൂപയിൽ ഏകദേശം 60 കോടി രൂപ. ഒരു കണ്ണാടിക്ക് ഒരു മിററിൻ്റെ വിലയാണ് പറഞ്ഞത്. അതിശക്തമായ ലേസറാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഭയങ്കര പവർഫുള്ളാണത്. അതുകൊണ്ട് ഈ സംവിധാനം വളരെ പെട്ടെന്ന് ചൂടാകും. ഇതിനെ അതേപോലെ തണുപ്പിക്കുകയും വേണം. അതാണ് വേറെ വലിയൊരു പ്രശ്നം. ഇതിനു വേണ്ടി ഒരു മിനിറ്റിൽ 1600 ലിറ്റർ വെള്ളം വേണ്ടി വരും. ഒരു മിനിറ്റിൽ 1600 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ജലാശയം, ഒരു വലിയ നഗരം ഉപയോഗിക്കുന്ന അത്ര വെള്ളം ഒരു EUV പ്ലാന്റിൽ വേണം ഒരു ദിവസത്തേക്ക്. ഇതെല്ലാം ചേർന്ന ഈ EUV എക്സ്ട്രീം അൾട്രാവയലറ്റ് ലിത്തോഗ്രാഫി മെഷീന് വില എത്രയാണെന്നറിയാം? ഒരെണ്ണത്തിന് 3500 കോടി രൂപയോളം വിലയുണ്ട്. ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒരു 4 ബോയിങ് വിമാനങ്ങൾ വേണം. സാറ്റലൈറ്റുകളിൽ, മൊബൈൽ ഫോണുകളിൽ, ഡേറ്റാ സെൻറ്ററുകളിൽ എല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് 13 നാനോമീറ്റർ റേഞ്ചിലുള്ള ചിപ്പുകളാണ്. ഈ 13.3 ഈ ചിപ്പുകൾ ഉണ്ടാക്കുന്ന ഈ EUV മെഷീൻ നിർമ്മിക്കുന്ന ഒരേ ഒരു കമ്പനിയെ ഈ ലോകത്തുള്ളൂ. അതാണ് ASML. DUV മെഷീനുകൾ ASML കൂടാതെ കാനൺ, നിക്കോൺ എന്നിവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ EUV അതിലുള്ളത് ഒരേ ഒരു രാജാവേ ഉള്ളൂ. അതാണ് ASML. DUV ചിപ്പുകളുടെ കാര്യത്തിലും അവർ തന്നെയാണ് ലീഡേഴ്സ്. അതാണ് കൂട്ടുകാരെ ആദ്യം പറഞ്ഞത്. ASML എന്ന ഈ ഡച്ച് കമ്പനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിമാനങ്ങൾ പറക്കില്ല, വാഹനങ്ങൾ ഓടില്ല, ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കില്ല, ഫോണും നെറ്റും ഒന്നും ഉണ്ടാവില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ലോകം ഇരുട്ടിലായി പോകും.
നമ്മുടെ ഭാരതം അടുത്ത കാലത്ത് സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ മുതൽ മുടക്ക് നടത്തുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 28 നാനോമീറ്റർ റേഞ്ചിലുള്ള ചിപ്പുകൾ നിർമ്മിക്കാനാണ്. ഇവിടെ ആവശ്യമായ ചിപ്പുകളിൽ പ്രത്യേകിച്ച് ഓട്ടോമൊബൈൽ, സ്പേസ്, അഡ്മിനിസ്ട്രേറ്റീവ് മേഖലകളിലേക്ക് വേണ്ടത് ഈ റേഞ്ചിലുള്ള ചിപ്പുകളാണ്. EUV ചിപ്പുകൾ ആവശ്യമായി വരുന്നത് ഡാറ്റാ സെൻറ്ററുകൾ, മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് തുടങ്ങിയ വലിയ മേഖലകളിലാണ്. ആദ്യം DUV മേഖലയിൽ പ്രാവീണ്യവും സ്വയം പര്യാപ്തതയും നേടിയിട്ട് മാത്രമേ EUVയെ പറ്റി ചിന്തിക്കാൻ കഴിയൂ. എന്തായാലും നമുക്ക് നെഗറ്റീവായി ഒന്നും വിചാരിക്കേണ്ട. ASML നന്നായി പ്രവർത്തിക്കട്ടെ. അതുപോലെ ധാരാളം കമ്പനികൾ ഇനിയും വരട്ടെ. അങ്ങനെ ഈ രംഗം ഇനിയും വളരട്ടെ. മാനവരാശിക്ക് മുൻപോട്ട് പോകാതിരിക്കാൻ കഴിയില്ലല്ലോ. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.